നമസ്കാരം. ടീം അധ്യാപക കൂട്ടത്തിൻ്റെ നേതൃത്വത്തിൽ നടത്തുന്ന LSS പരിശീലനമായ LSS പ്ലസ് അതിൽ ഇന്നത്തെ ക്ലാസ് നയിക്കുന്നത് തസ്നീം ഖദീജ ടീച്ചറാണ്. അതുപോലെ ഈ ഇന്നത്തെ ക്ലാസ്സിന് സ്വാഗതം ആശംസിക്കാൻ എത്തിയിരിക്കുന്നത് കടമ്പനാട് വിവേകാനന്ദ HS4 ഗേൾസിലെ മലയാള അധ്യാപിക ജിജ ടീച്ചറാണ്. ടീച്ചറിനെ ഏറെ ബഹുമാനത്തോടെ ക്ഷണിക്കുകയാണ്. എല്ലാവർക്കും നമസ്കാരം. ടീം അധ്യാപക കൂട്ടത്തിന്റെ നേതൃത്വത്തിൽ കുറെ വർഷങ്ങളായിട്ട് തന്നെ LSSന്റെയും USSന്റെയും ഒക്കെ ഉൾപ്പെടെയുള്ള പൊതുവിജ്ഞാന പരീക്ഷകൾക്കുള്ള കുട്ടികളെ തയ്യാറാക്കുന്നതിനുള്ള കുറച്ച് ക്ലാസ്സുകൾ നടന്നു വരുന്നുണ്ട്. അതിനായി കുറെ അധ്യാപകര് അതിന്റെ പിന്നിൽ അക്ഷീണം പ്രയത്നിക്കുന്നുണ്ട്. രതീഷ് സാറിനെ പോലെയുള്ളവരുടെ ഇത്തരം സംഘാടനം തന്നെ വളരെ അഭിനന്ദനാർഹമാണ്. ഞാൻ ഏറെ ദീർഘിപ്പിക്കുന്നില്ല. എന്നിൽ നിക്ഷിപ്തമായിരിക്കുന്ന കർമ്മം എന്ന് പറയുന്നത് സ്വാഗതം പറയുകയാണ്. ആദ്യമായി സ്വാഗതം പറയുന്നത് ഈ ക്ലാസ് നയിക്കുന്ന ഇന്നത്തെ അധ്യാപികയായ തസ്നീം ഖദീജ ടീച്ചറിനാണ്. LSS പൊതുവിജ്ഞാന ക്ലാസ്സുകളിലൂടെ കേരളം ആകെ അറിയപ്പെടുന്ന അധ്യാപികയാണ് ടീച്ചർ. ഇപ്പോൾ കോഴിക്കോട് ജില്ലയിൽ GUPS രാമനാട്ടുകര സ്കൂളിൽ സേവനമനുഷ്ഠിക്കുന്നു. ടീച്ചറിനെ ഈ ക്ലാസ്സിലേക്ക് ഹാർദമായി സ്വാഗതം ചെയ്യുന്നു. പിന്നീട് ഈ ക്ലാസ്സിന് അവസാനം നന്ദി അർപ്പിക്കുന്നത് ക്രിസ്റ്റീന ജോസഫ് ടീച്ചറാണ്. ടീച്ചർ കോട്ടയം കാട്ടമ്പാക്കത്ത് GLPS സ്കൂളിൽ സേവനമനുഷ്ഠിക്കുന്നു. ടീച്ചറിനെയും ഈ ക്ലാസ്സിലേക്ക് ഹാർദമായി സ്വാഗതം ചെയ്യുന്നു. പിന്നീട് സ്വാഗതം അർപ്പിക്കേണ്ടത് ഇന്ന് ഈ ക്ലാസ്സിൽ പങ്കെടുക്കുന്ന കുട്ടികൾക്കാണ്. അവരെയും ഈ ക്ലാസ്സിലേക്ക് സ്നേഹപൂർവ്വം സ്വാഗതം ചെയ്യുന്നു. അവരെ മാത്രമല്ല, അവരുടെ രക്ഷിതാക്കളും അവരോടൊപ്പം ഉണ്ടാകുമെന്ന് പ്രതീക്ഷിക്കുന്നു. അവരെയും എല്ലാവരെയും, ഇനി ആരെങ്കിലും വിട്ടുപോയിട്ടുണ്ടെങ്കിൽ അവരെയും ഈ ക്ലാസ്സിലേക്ക് സ്വാഗതം ചെയ്യുന്നു. ഓക്കെ, താങ്ക് യു ജിജ ടീച്ചർ. ക്ലാസ് നയിക്കുന്നതിന് വേണ്ടിയിട്ട് ബഹുമാനിയായ തസ്നീം ഖദീജ ടീച്ചറിനെ ഏറെ ആദരവോടെ ക്ഷണിക്കുക. നമസ്കാരം. ഇന്ന് GK ബന്ധപ്പെട്ട കുറച്ച് കാര്യങ്ങൾ നിങ്ങളുമായി ഷെയർ ചെയ്യാനാണ് വന്നിരിക്കുന്നത്. LSS GK എന്ന് പറയുമ്പോൾ നമുക്ക് എവിടുന്ന് തുടങ്ങണം, എങ്ങനെ പഠിക്കണം എന്നുള്ളൊരു നിശ്ചയമില്ല. കാരണം അത്രയും ഒരു എന്താ പറയണ്ടേ, മറ്റു വിഷയങ്ങളെ പോലെ നമുക്ക് ഇത്ര ഭാഗം ഉള്ള ഒരു നിശ്ചയമില്ല. അങ്ങനെ പരന്നു കിടക്കണം. അപ്പൊ നമ്മൾ മേഖലകളാക്കി തിരിച്ച് പഠിക്കുകയാണെങ്കിൽ നമുക്ക് കൂടുതൽ കാര്യങ്ങൾ മനസ്സിലാക്കാനും പഠിക്കാനും കഴിയും. അപ്പോൾ പഴയ ക്വസ്റ്റ്യൻ പേപ്പറൊക്കെ എടുത്ത് നോക്കിയാൽ അതിൽ തുടർച്ചയായി ആവർത്തിച്ച് വരുന്ന ചോദ്യങ്ങൾ, ഓരോ മേഖലകളിൽ നിന്ന് തുടർച്ചയായി ആവർത്തിച്ച് വരുന്ന ചോദ്യങ്ങളുണ്ട്. അപ്പോൾ ഇന്ത്യ അത് നമുക്ക് EVS ബന്ധപ്പെട്ട ചോദ്യങ്ങളും അതുപോലെ തന്നെ മലയാളവുമായി ബന്ധപ്പെട്ട ചോദ്യങ്ങളൊക്കെ 1 മാർക്ക് ക്വസ്റ്റ്യൻസ് ഈ GK ചോദിക്കാറുണ്ട്. മലയാളവുമായി ബന്ധപ്പെട്ട കവികളുടെ പേര്, കൃതികളുടെ പേര്, അതുപോലെ തന്നെ EVS ബന്ധപ്പെട്ട 1 മാർക്ക് ക്വസ്റ്റ്യൻസ്, അതുപോലെ തന്നെ ഇന്ത്യ അടിസ്ഥാന വിവരങ്ങൾ, കേരളം അടിസ്ഥാന വിവരങ്ങൾ, കേന്ദ്രഭരണ പ്രദേശങ്ങൾ, കലാരൂപങ്ങൾ, പിന്നെ മന്ത്രിമാർ, ഏതെങ്കിലും ഒരു മന്ത്രിയുടെ പേര് ചോദിക്കാറുണ്ട്. പിന്നെ കേരളത്തിലെ വന്യജീവി സങ്കേതങ്ങളെ കുറിച്ച്, അതുപോലെ ആനുകാലിക സംഭവങ്ങൾ ആ സമയത്ത് ഓരോ വർഷവും നടന്നുകൊണ്ടിരിക്കുന്ന സാഹിത്യവുമായി ബന്ധപ്പെട്ട അവാർഡുകൾ. എല്ലാ തവണയും വയലാർ അവാർഡോ അല്ലെങ്കിൽ എഴുത്തച്ഛൻ പുരസ്കാരോ വള്ളത്തോൾ പുരസ്കാരോ അങ്ങനെ ഏതെങ്കിലും പുരസ്കാരത്തെ കുറിച്ചാണ് ചോദിക്കാറുള്ളത്. കഴിഞ്ഞ തവണ മാത്രമാണ് ഓടക്കുഴൽ പുരസ്കാരത്തെ കുറിച്ച് ചോദിച്ചത്. കഴിഞ്ഞ തവണത്തെ LSS പരീക്ഷയ്ക്ക് ആ വർഷം ഓടക്കുഴൽ പുരസ്കാരം ലഭിച്ച ആർക്കാണെന്നാണ് ചോദിച്ചത്. അത് ഇത്തവണ അത് തന്നെ അയക്കണമെന്നില്ല. എങ്കിലും നമ്മൾ ഈ വയലാർ അവാർഡ്, എഴുത്തച്ഛൻ പുരസ്കാരം, വള്ളത്തോൾ പുരസ്കാരം, അങ്ങനെയുള്ള പുരസ്കാരങ്ങളെ കുറിച്ച് ഒരു ഏകദേശ രൂപം നമുക്ക് ഉണ്ടായിരിക്കണം. അപ്പൊ വയലാർ അവാർഡ് ഇതിനെ കുറിച്ച് കുറച്ച് കാര്യങ്ങൾ ടീച്ചർ പറഞ്ഞുതരാം. മലയാള സാഹിത്യ സംഭാവനകൾക്ക് നൽകുന്ന പുരസ്കാരമാണ് വയലാർ പുരസ്കാരം. മലയാളത്തിലെ പ്രശസ്ത കവി വയലാർ രാമവർമ്മയുടെ ഓർമ്മക്കായിട്ടാണ് ഈ പുരസ്കാരം രൂപവൽക്കരിച്ചത്. അപ്പോൾ വയലാർ പുരസ്കാരം എന്താ എന്നുള്ളത് അറിയാൻ വേണ്ടിയിട്ടാണ് ടീച്ചർ ഇത്രയും കാര്യങ്ങൾ പറയുന്നത്. ശ്രദ്ധിക്കട്ടോ. 1977 നൽകി തുടങ്ങിയത്. എല്ലാ വർഷവും ഒക്ടോബർ 27 അവാർഡ് നൽകുന്നത്. സമ്മാനത്തുക 1 ലക്ഷം രൂപയും വെങ്കല ശില്പവുമാണ്.
ആദ്യ വയലാർ അവാർഡ് ലഭിച്ചത് ലളിതാംബിക അന്തർജനത്തിനാണ്. ഇവരുടെ അഗ്നിസാക്ഷി എന്ന നോവലിന് 1977. അപ്പൊ ആദ്യ വയലാർ അവാർഡ് ലഭിച്ചത് ലളിതാംബിക അന്തർജനത്തിനാണ്. അവരുടെ അഗ്നിസാക്ഷി എന്ന നോവലിന് 1977. 2018, 19, 20 ഒന്നും നമുക്ക് പഠിക്കേണ്ടതില്ല, നമുക്ക് മനസ്സിലാക്കേണ്ടതുമില്ല. കാരണം ഈ ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ടുള്ളതാണ് ചോദിക്കാറുള്ളത്. അപ്പൊ അത് പറയേണ്ടതുണ്ടോ? 2018, 19, 20 ഒക്കെ പറയണമെങ്കിൽ പറയാം, മനസ്സിലാക്കി വെച്ചോളൂ. 2018 KV മോഹൻകുമാറിനാണ് ഉഷ്ണരാശി എന്ന കൃതിക്ക്. 2019 VJ ജെയിംസിന് നിരീശ്വരൻ എന്ന കൃതിക്ക്. 2020 ഏഴാച്ചേരി രാമചന്ദ്രൻ ഒരു വെർജീനിയൻ വേൽക്കാലം എന്ന കൃതിക്ക്. 2021 ബെന്യാമിൻ മാന്തളിരിലെ 20 കമ്മ്യൂണിസ്റ്റ് വർഷങ്ങൾ എന്ന കൃതി. ഇതാണ് 2022 നിങ്ങൾ ഓർക്കേണ്ടത്. അത് S ഹരീഷിന് മീശ എന്ന പുസ്തകത്തിൽ. പിന്നെ ചിലപ്പോൾ ചോദിക്കാം, 46ാം വയലാർ പുരസ്കാരം ലഭിച്ചത് ആർക്ക് എന്ന് ചോദിക്കുമ്പോൾ നമുക്ക് പെട്ടെന്നൊരു കൺഫ്യൂഷൻ. ഈ 46 എന്ന് പറയുമ്പോൾ നമുക്ക് ഒരു കൺഫ്യൂഷൻ തോന്നും. വർഷം തരാതെ 46ാമത് 45ാമത് എന്നൊക്കെ ചോദിക്കുമ്പോൾ നമുക്ക് പെട്ടെന്നൊരു കൺഫ്യൂഷൻ വരും. 46ാമത് വയലാർ അവാർഡാണ് S ഹരീഷിന് ലഭിച്ചത് 2022. 2022 വയലാർ പുരസ്കാരം എത്രാമത്തെയാണ്? 46ാമത്തെയാണ്. അത് S ഹരീഷിന് മീശ എന്ന കൃതിക്കാണ് ലഭിച്ചത്. അത് നിങ്ങൾ ഓർത്തു വെക്കുക കേട്ടോ. മീശ എന്ന വയലാർ അവാർഡ് ലഭിച്ചത് മീശ എന്ന കൃതിക്കാണ്. അതിന്റെ കർത്താവ് S ഹരീഷാണ്. 2022 അത് 46ാമത് വയലാർ അവാർഡാണ്. ഓക്കെ. അടുത്ത എഴുത്തച്ഛൻ പുരസ്കാരം. അപ്പം എഴുത്തച്ഛൻ പുരസ്കാരത്തെ കുറിച്ച് പറയുകയാണെങ്കിൽ, ഒരു സാഹിത്യകാരന്റെയോ സാഹിത്യകാരിയുടെയോ സമഗ്ര സംഭാവന വിലയിരുത്തി ബഹുമതി അർപ്പിക്കാനായി കേരള സർക്കാർ ഏർപ്പെടുത്തിയ പരമോന്നത സാഹിത്യ പുരസ്കാരമാണ് എഴുത്തച്ഛൻ പുരസ്കാരം. അപ്പൊ ഇന്ന കൃതിക്കല്ല കൊടുക്കുന്നത്, പിന്നെന്താ, ആ സാഹിത്യകാരൻ മലയാള ഭാഷയ്ക്ക് വേണ്ടി ചെയ്ത സമഗ്ര സംഭാവനക്കാണ് എഴുത്തച്ഛൻ പുരസ്കാരം കൊടുക്കുന്നത്. അപ്പൊ നമുക്ക് കൃതി പറയാൻ കഴിയില്ല. എഴുത്തച്ഛൻ ഇപ്പൊ നമ്മളിപ്പോ വയലാർ അവാർഡ് S ഹരീഷിന്റെ കൃതിയുടെ പേര് പറഞ്ഞു, മീശ അല്ലെ. പക്ഷെ എഴുത്തച്ഛൻ പുരസ്കാരം പറയുമ്പോൾ കൃതിയുടെ പേര് പറയാൻ കഴിയില്ല. ആ കൊടുക്കുന്ന അത് ലഭിച്ച ആൾ മലയാള ഭാഷക്ക് ചെയ്ത സമഗ്ര സംഭാവനയുടെ പേരിലാണ് അയാൾക്ക് എഴുത്തച്ഛൻ പുരസ്കാരം സമ്മാനിക്കുന്നത്. 2018 M മുകുന്ദനാണ് ലഭിച്ചത്. വയലാർ പുരസ്കാരത്തിന്റെ 5 ലക്ഷം രൂപയും പ്രശസ്തി പത്രവും ശില്പവുമാണ് അവാർഡ്. വയലാർ അവാർഡ് എഴുത്തച്ഛൻ പുരസ്കാരം 5 ലക്ഷം രൂപയും പ്രശസ്തി പത്രവും ശില്പവുമാണ് എഴുത്തച്ഛൻ പുരസ്കാരം. അപ്പൊ മലയാള ഭാഷയിലെ ഏറ്റവും പരമോന്നത ബഹുമതിയാണ് എഴുത്തച്ഛൻ. ഏറ്റവും വലിയ അവാർഡാണ് എഴുത്തച്ഛൻ പുരസ്കാരം. 5 ലക്ഷം രൂപയും പ്രശസ്തി പത്രവും ശില്പവും അടങ്ങിയതാണ് എഴുത്തച്ഛൻ പുരസ്കാരം. ആദ്യം നൽകിയത് ശൂരനാട് കുഞ്ഞൻപിള്ളക്ക് തന്നെ 1993 കേട്ടോ. അപ്പോ 2018 M മുകുന്ദനാണ് ലഭിച്ചത്. 2019 P സച്ചിദാനന്ദൻ, ആനന്ദ് എന്ന പേര് അറിയപ്പെടുന്ന P സച്ചിദാനന്ദനാണ് ലഭിച്ചത്. 2020 പോൾ സക്കറിയക്ക്, 2021 P വത്സല, 2022 സേതു. ഇപ്പൊ 2022 നിങ്ങൾ ഓർത്തു വെക്കേണ്ടത്. 2022 ലഭിച്ചത് സേതുവിനാണ്. ഓക്കെ. ഇപ്പൊ 2022 എഴുത്തച്ഛൻ പുരസ്കാരം ലഭിച്ചത് സേതുവിനാണ്. വള്ളത്തോൾ പുരസ്കാരം. എന്താണ് വള്ളത്തോൾ പുരസ്കാരം നോക്കൂ. വള്ളത്തോൾ സാഹിത്യ സമിതി അന്തരിച്ച പ്രശസ്ത മലയാള കവിയായ വള്ളത്തോളിന്റെ പേരിൽ ഏർപ്പെടുത്തിയ പുരസ്കാരമാണ് വള്ളത്തോൾ പുരസ്കാരം. 1,11,111 രൂപയും പ്രശസ്തി പത്രവും ഉൾപ്പെട്ടതാണ് ഈ പുരസ്കാരം. ആദ്യ വള്ളത്തോൾ പുരസ്കാരം 1991 പാലാ നാരായണനാർക്കാണ് ലഭിച്ചത്. അവസാനം ലഭിച്ച 2019 പോൾ സക്കറിയക്ക്. 2019 ശേഷം വയലാർ അവാർഡ് ആർക്കും കൊടുത്തിട്ടില്ല. അടുത്തതാണ് ഓടക്കുഴൽ പുരസ്കാരം. അപ്പൊ ഓടക്കുഴൽ പുരസ്കാരം നമ്മൾ അത്ര ഇമ്പോർട്ടന്റ് അല്ല എന്ന് വിചാരിച്ച് ഒഴിച്ചു വിടുന്നതാണ്. പക്ഷെ അതാണ് കഴിഞ്ഞ വർഷം പരീക്ഷയ്ക്ക് വന്നത്. അപ്പൊ മലയാള കവിയായ G ശങ്കരക്കുറുപ്പിന് ഏർപ്പെടുത്തിയ അവാർഡാണ് ഓടക്കുഴൽ. അപ്പൊ ഓടക്കുഴൽ പുരസ്കാരം ഏർപ്പെടുത്തിയത് ആര് എന്ന് ചോദിച്ചാൽ നമുക്ക് ഉത്തരം പറയേണ്ടതുണ്ട്. ആരാണ്? G ശങ്കരക്കുറുപ്പ്. G ശങ്കരക്കുറുപ്പിനാണ് ആദ്യ ജ്ഞാനപീഠം അവാർഡ് ലഭിച്ചത്. മലയാളത്തിലെ ഏറ്റവും ആദ്യം ജ്ഞാനപീഠ അവാർഡ് മലയാള ഭാഷക്കാണ് ലഭിച്ചത്. അത് G
ശങ്കരക്കുറുപ്പിനാണ്. അപ്പോൾ ജി ശങ്കരക്കുറുപ്പിന്റെ ഓടക്കുഴൽ എന്ന കവിതാ സമാഹാരത്തിനാണ് ആദ്യ ജ്ഞാനപീഠ അവാർഡ് ലഭിച്ചത്. അതുമായി ബന്ധപ്പെട്ടിട്ടാണ് ഈ ഓടക്കുഴൽ പുരസ്കാരം അദ്ദേഹം ഏർപ്പെടുത്തിയത്. ശ്രദ്ധിക്കൂ, മലയാള കവി ജി ശങ്കരക്കുറുപ്പ് ഏർപ്പെടുത്തിയ അവാർഡാണ് ഓടക്കുഴൽ പുരസ്കാരം. 1968 ജി ശങ്കരക്കുറുപ്പ് അദ്ദേഹത്തിന് ലഭിച്ച ജ്ഞാനപീഠ പുരസ്കാര തുകയുടെ ഒരു ഭാഗം ഉപയോഗിച്ച് രൂപവൽക്കരിച്ച ഗുരുവായൂരപ്പൻ ട്രസ്റ്റ് ആണ് മലയാളത്തിലെ ഏറ്റവും നല്ല കൃതിയായ അവാർഡ് നിർണയ കമ്മിറ്റി തിരഞ്ഞെടുക്കുന്ന ഗ്രന്ഥത്തിന്റെ കർത്താവിന് ഓടക്കുഴൽ പുരസ്കാരം നൽകുന്നത്. 1978 ശേഷം ജിയുടെ ചരമദിനമായ ഫെബ്രുവരി 2 ഈ പുരസ്കാരം സമ്മാനിക്കുന്നത്. 30,000 രൂപയും പ്രശസ്തി പത്രവും ഫലകവും അടങ്ങുന്നതാണ് പുരസ്കാരം. 30,000 രൂപയാണ് ഓടക്കുഴൽ പുരസ്കാരത്തിന്റെ തുക. 2021 സാറാ ജോസഫ്, അതാണ് കഴിഞ്ഞ വർഷം പരീക്ഷയ്ക്ക് വന്നത്. 2021 ഓടക്കുഴൽ പുരസ്കാരം ലഭിച്ചത് സാറാ ജോസഫ്. അവരുടെ ബുദ്ധിനി എന്ന കൃതിക്കാണ് 2021 ലഭിച്ചത്. 2022 നിങ്ങൾ ഓർത്തു വെക്കേണ്ടത് അംബികാസുധൻ മാങ്ങാട് പ്രാണവായു എന്ന കൃതിക്ക്. അംബികാസുധൻ മാങ്ങാടിന്റെ പ്രാണവായു എന്ന കൃതിക്കാണ് 2022 ഓടക്കുഴൽ പുരസ്കാരം ലഭിച്ചത്. ഈ അവാർഡുകളെ കുറിച്ചുള്ള കാര്യങ്ങൾ നിങ്ങൾക്ക് മനസ്സിലായി എന്ന് വിചാരിക്കാണ്. ഇനി ഗവൺമെന്റിന്റെ പദ്ധതികൾ കുറച്ച് കാര്യങ്ങൾ ചോദിച്ചോ നോക്കാം. പിന്നെ വീടുകളിൽ LED ലൈറ്റ് നൽകുന്നതിനുള്ള പദ്ധതി. നമ്മുടെ സ്ട്രീറ്റ് ലൈറ്റുകൾ LED ആക്കുന്ന പദ്ധതിയാണ് നിലാവ്. വീടുകളിൽ LED ലൈറ്റ് നൽകുന്നതിനുള്ള KSEB കൊടുക്കുന്നതാണ് LED ബൾബ്. അതിന്റെ ആ പദ്ധതിയുടെ പേര് ഫിലമെന്റ് രഹിത കേരളം എന്നാണ്. എന്തിനു വേണ്ടിയിട്ടാണ് LED ലൈറ്റ് കൊടുക്കുന്നത്? കുറച്ച് വൈദ്യുതിക്ക് കൂടുതൽ വെളിച്ചം, അതാണ് LED ലൈറ്റ്. അപ്പോൾ വീടുകളിൽ LED ലൈറ്റ് നൽകുന്ന KSEBയുടെ പദ്ധതിയാണ് ഫിലമെന്റ് രഹിത കേരളം. വിദ്യാലയങ്ങൾ ചുരുങ്ങിയ സ്ഥലത്ത് ചെറുവനങ്ങൾ വളർത്തിയെടുക്കുന്ന വനം വകുപ്പിന്റെ പദ്ധതിയാണ് വിദ്യാവനം. വിദ്യാലയങ്ങളിൽ നമ്മള് ജൈവ വൈവിധ്യ ഉദ്യാനമൊക്കെ ഉണ്ട് അല്ലെ, അതിന് പുറമെയാണ് ചെറുവനങ്ങൾ വെച്ച് പിടിപ്പിക്കുന്ന വനം വകുപ്പിന്റെ പദ്ധതിയാണ് വിദ്യാവനം. ഒരുപാട് സ്ഥലങ്ങളൊക്കെ ഉള്ള സ്കൂളുകൾ നടപ്പിലാക്കുന്ന പദ്ധതിയാണ് അല്ലെ. ഇപ്പൊ ഒട്ടും സ്ഥലം ഇല്ലെങ്കിൽ നമുക്ക് വനങ്ങൾ വെച്ച് പിടിപ്പിക്കാൻ കഴിയും ഇല്ല. അപ്പൊ വിദ്യാലയങ്ങൾ ചുരുങ്ങിയ സ്ഥലത്ത് ചെറുവനങ്ങൾ വളർത്തിയെടുക്കുന്ന വനം വകുപ്പിന്റെ പദ്ധതിയാണ് വിദ്യാവനം. സംസ്ഥാനത്തെ തെരുവിളക്കുകൾ LED ആക്കുന്നതിന്റെ KSEBയുടെ പദ്ധതിയാണ് നിലാവ്. അത് ഒരു തവണ പരീക്ഷയ്ക്ക് വന്നതാണ് കേട്ടോ. സംസ്ഥാനത്തെ തെരുവിളക്കുകൾ LED ആക്കുന്നതിനുള്ള KSEBയുടെ പദ്ധതിയാണ് നിലാവ്. ഒന്ന് മുതൽ 10 വരെ ക്ലാസ്സുകൾ പഠിക്കുന്ന കുട്ടികൾക്ക് പരിസ്ഥിതി സംരക്ഷണത്തെ കുറിച്ച് ബോധവൽക്കരണം നടത്തുന്നതിന് ഒരു വൃക്ഷത്തൈ വീതം നൽകുന്ന സർക്കാരിന്റെ പദ്ധതിയാണ് എന്റെ മരം. പിന്നെ നമ്മുടെ ബഹിരാകാശ മേഖല, ഇന്ത്യ ബഹിരാകാശ മേഖല. അപ്പോൾ ഏറ്റവും പുതുതായി ബഹിരാകാശ മേഖലയിൽ ഇന്ത്യ കൈവരിച്ച നേട്ടങ്ങൾ, അങ്ങനത്തെ കാര്യങ്ങളാണ് നോക്കുന്നത്. ഇന്ത്യയുടെ സൗര പര്യവേഷണ ദൗത്യം, അതൊരു ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻ ആണ്. ഇന്ത്യയുടെ സൗര പര്യവേഷണം എന്ന് പറയുമ്പോൾ എന്താണ്? സൂര്യനുമായി ബന്ധപ്പെട്ടതാണ് അല്ലെ. സൂര്യനെ കുറിച്ച് അടുത്ത കുറച്ച് ദിവസങ്ങൾക്ക് മുന്നേ പത്രത്തിലൊരു ചോദ്യം വന്നിരുന്നു, പത്രത്തിലൊരു വാർത്ത വന്നിരുന്നു. സൂര്യന്റെ ഒരു ഭാഗം അടർന്നു പോയിരുന്നു അല്ലെ. നിങ്ങൾ ആരെങ്കിലും കണ്ടിരുന്നോ ആ ഒരു വാർത്ത? അപ്പോ അതുപോലെ സൂര്യനുമായി ബന്ധപ്പെട്ട പഠനങ്ങൾ നടത്താൻ വേണ്ടി ഇന്ത്യയുടെ സൗര പര്യവേഷണ ദൗത്യത്തിന്റെ പേരാണ് ആദിത്യ L1. ആദിത്യ
എന്നാണ് അതിന്റെ പേര്. 2022 സെപ്റ്റംബറിലാണ് വിക്ഷേപിക്കാന്ന് വിചാരിച്ചിരുന്നത്. കോവിഡ് കാരണം അത് വിക്ഷേപിച്ചിട്ടില്ല. അത് അടുത്ത് തന്നെ വിക്ഷേപിക്കുന്നു കരുതുന്നു. സൂര്യനെ അടുത്തറിയാനും വിവരങ്ങൾ ശേഖരിക്കാനുമുള്ള സൗര ദൗത്യമാണ് ആദിത്യ L1. ഇന്ത്യയുടെ ചാന്ദ്ര ദൗത്യം എല്ലാവർക്കും അറിയാം, ചാന്ദ്രയാൻ അല്ലെ. ചാന്ദ്രയാൻ 1ഉം 2ഉം വിക്ഷേപിച്ചു കഴിഞ്ഞു. ഈ 2023 ജൂണിലോ സെപ്റ്റംബറിലോ അങ്ങനെയാണ് ചാന്ദ്രയാൻ 3 വിക്ഷേപിക്കുന്നത്. മൂന്നാമത്തെ ചാന്ദ്ര ദൗത്യമാണ് ചാന്ദ്രയാൻ 3. 2021 വിക്ഷേപിക്കാൻ തീരുമാനിച്ചിരുന്ന ദൗത്യം 2022 മാറ്റി. 2022 വിക്ഷേപിച്ചിട്ടില്ല. 2023 അത് വിക്ഷേപിക്കുന്നത്. ISROയുടെ പുതിയ ചെയർമാൻ, ചിലപ്പോ അതൊരു ഇമ്പോർട്ടന്റ് ക്വസ്റ്റ്യൻ ആണ്. ISROയുടെ പുതിയ ചെയർമാൻ, ഇപ്പോഴത്തെ ചെയർമാൻ ഡോക്ടർ S സോമനാഥാണ്. ISROയുടെ ഇപ്പോഴത്തെ ചെയർമാൻ ഡോക്ടർ S സോമനാഥാണ്. ഈ മനുഷ്യൻ, അത് തവണ പരീക്ഷയ്ക്ക് വന്ന ചോദ്യമാണ് കേട്ടോ. മനുഷ്യനെ ബഹിരാകാശത്തേക്ക് അയക്കുന്ന ISROയുടെ പദ്ധതി, മനുഷ്യനെ ബഹിരാകാശത്തേക്ക് അയക്കുന്ന ISROയുടെ പദ്ധതിയാണ് ഗഗൻയാൻ പദ്ധതി. ഗഗൻയാൻ 2022 ദൗത്യം പൂർത്തിയാക്കാൻ ലക്ഷ്യമിട്ടിരുന്നു. പക്ഷെ 2022 കോവിഡ് കാരണം 2022 അത് ചെയ്യാൻ കഴിഞ്ഞത്. 2023 അത് ചെയ്യാന്നാണ് വിചാരിക്കുന്നത്. ഈ പദ്ധതിയുമായി സഹകരിക്കുന്ന രാജ്യങ്ങൾ റഷ്യയും ഫ്രാൻസുമാണ്. ഗഗൻയാൻ പദ്ധതിയുമായി ഇന്ത്യയുമായി സഹകരിക്കുന്ന രാജ്യങ്ങളാണ് റഷ്യയും ഫ്രാൻസും. ISROയുടെ നേതൃത്വത്തിൽ വിക്ഷേപിച്ച ബ്രസീലിന്റെ ഭൗമ നിരീക്ഷണ ഉപഗ്രഹം ആമസോണിയ 1. ഇപ്പൊ ഈ ആമസോണിയ 1 എന്ന് പറയുന്നത് ബ്രസീലിന്റെ ഭൗമ നിരീക്ഷണ ഉപഗ്രഹമാണ്. അത് ഇന്ത്യ ISRO ആണ് അത് വിക്ഷേപിച്ചത്. അതിന്റെ ലക്ഷ്യം ആമസോൺ കാടുകളുടെ വനനശീകരണം കണ്ടുപിടിക്കലാണ്. ഇനി ശുക്രന്റെ ഉപരിതലത്തെയും അന്തരീക്ഷത്തെയും കുറിച്ച് പഠിക്കുന്നതിനായുള്ള ISROയുടെ ദൗത്യമാണ് ശുക്രൻ. ശുക്രൻ അറിയില്ലേ? ശുക്രന്റെ ഉപരിതലത്തെയും അന്തരീക്ഷത്തെയും കുറിച്ച് പഠിക്കുന്നതിനായുള്ള ISROയുടെ ദൗത്യമാണ് ശുക്രയാൻ. പിന്നെ അംഗനവാടി കുട്ടികളിലെ കുഷ്ഠരോഗം നിർണയിക്കുന്ന പദ്ധതി. വീടുകളിലൊക്കെ അടുത്ത് ചെറിയ കുട്ടികളൊക്കെ പഠിക്കുന്ന അംഗനവാടികളിൽ ഒരു പരിപാടി ഉണ്ടായിരുന്നു. ബാലമിത്ര എന്നാണ് അതിന്റെ പേര്. കുട്ടികളിലെ കുഷ്ഠരോഗ നിർണയ പരിപാടിയാണ് ബാലമിത്ര. അതുപോലെ മദ്യത്തിനും മയക്കുമരുന്നിനും എതിരെയുള്ള കേരള സർക്കാരിന്റെ ബോധവൽക്കരണ പദ്ധതിയാണ് വിമുക്തി. ഇന്ത്യയുമായി ബന്ധപ്പെട്ട കുറച്ച് കാര്യങ്ങൾ. ഇന്ത്യയിലെ ഔദ്യോഗിക ഭാഷകളുടെ എണ്ണം 22 22 ഔദ്യോഗിക ഭാഷകളാണ് ഇന്ത്യയിലുള്ളത്. അതിൽ ശ്രേഷ്ഠ ഭാഷകൾ 6 ഈ ശ്രേഷ്ഠ ഭാഷ ആദ്യമായി ലഭിച്ചത് തമിഴിനാണ്. തമിഴിനാണിപ്പോ ആകെ 6 ശ്രേഷ്ഠ ഭാഷാ പദവി ലഭിച്ച 6 ഭാഷകളുണ്ട് ഇന്ത്യയിൽ. അതിൽ ആദ്യം ശ്രേഷ്ഠ ഭാഷാ പദവി ലഭിച്ചത് തമിഴിനാണ് 2004. പിന്നീട് 2005 സംസ്കൃതത്തിന് ലഭിച്ചു. പിന്നീട് 2008 തെലുങ്ക് ഭാഷക്കാണ് ലഭിച്ചത്. 2008 തന്നെ കന്നഡക്കും ലഭിച്ചു. 2013 മലയാളത്തിന് ലഭിച്ചത്. അവസാനം ലഭിച്ചത് ഒഡീഷയിലെ ഒഡിയ എന്നാണ് ഭാഷയുടെ പേര്. ഒഡീഷ സംസ്ഥാനത്തിന്റെ പേരാണ് കേട്ടോ. ഒഡിയ ഭാഷക്കാണ് 2014 ലഭിച്ചത്. ഓക്കെ, അപ്പോ ശ്രേഷ്ഠ ഭാഷകൾ 6 അതിൽ ആദ്യം ശ്രേഷ്ഠ ഭാഷ പദവി ലഭിച്ച തമിഴിന്, പിന്നീട് സംസ്കൃതം, തെലുങ്ക്, കന്നഡ, മലയാളം, ഒഡിയ എന്നാണ് ഭാഷയുടെ പേര്. ഏറ്റവും കൂടുതൽ പ്രാദേശിക ഭാഷകളുള്ള സംസ്ഥാനമാണ് ഇന്ത്യയിലെ. നമുക്ക് സംസ്ഥാനങ്ങളെ കുറിച്ച് പഠിക്കുമ്പോൾ നിങ്ങൾ പഠിച്ചിട്ടുണ്ടാവും. ഏറ്റവും കൂടുതൽ പ്രാദേശിക ഭാഷകളുള്ള സംസ്ഥാനം അരുണാചൽ പ്രദേശാണ്. 15 ഭാഷകളാണ് അവിടെയുള്ള ആളുകൾ സംസാരിക്കുന്നത്. 15 ഭാഷകൾ. ഏറ്റവും കൂടുതൽ ഭാഷകൾ സംസാരിക്കുന്ന കേരളത്തിലെ ജില്ല നിങ്ങൾക്ക് അറിയാമെങ്കിലും ഒന്ന് ചാറ്റ് ബോക്സിൽ എഴുതിയിടൂ. കേരളത്തിൽ ഏറ്റവും കൂടുതൽ ഭാഷ സംസാരിക്കുന്ന ജില്ല
സപ്തഭാഷാ സംഗമഭൂമി എന്നാണ് ആ ഒരു ജില്ലക്ക് പറയുന്ന മറ്റൊരു പേര്. ആർക്കെങ്കിലും അറിയോ? കാസർഗോഡാണ് കേട്ടോ. കാസർഗോഡില് 7 ഭാഷ കാസർഗോഡ് സംസാരിക്കുന്നുണ്ട്. അപ്പോൾ സംസ്ഥാനങ്ങളിൽ അരുണാചൽ പ്രദേശാണ് 15 ഭാഷകൾ സംസാരിക്കുന്ന, ഏറ്റവും കൂടുതൽ ഭാഷകൾ സംസാരിക്കുന്ന സംസ്ഥാനം അരുണാചൽ പ്രദേശാണ്. അരുണാചൽ പ്രദേശിന് ഒരുപാട് പ്രത്യേകതകളുണ്ട്. ഓർക്കിഡുകൾ ഏറ്റവും കൂടുതൽ ഓർക്കിഡുകൾ കാണപ്പെടുന്ന സംസ്ഥാനം കൂടിയാണ് അരുണാചൽ പ്രദേശ്. അതുപോലെ ഇന്ത്യയിൽ സൂര്യൻ രശ്മികൾ ആദ്യം പതിക്കുന്നത് അരുണാചൽ പ്രദേശിലാണ്. ഇനി വിദ്യാഭ്യാസ രംഗത്ത് രാജ്യത്തെ പ്രഥമ സമ്പൂർണ്ണ ഡിജിറ്റൽ സംസ്ഥാനം എന്ന പദവി ലഭിച്ച ഇന്ത്യൻ സംസ്ഥാനം കേരളമാണ് കേട്ടോ. കേരളത്തിലാണ് വിദ്യാഭ്യാസ രംഗത്ത് രാജ്യത്തെ പ്രഥമ സമ്പൂർണ്ണ ഡിജിറ്റൽ സംസ്ഥാനം എന്ന പദവി ലഭിച്ചത് കേരളത്തിനാണ്. അതുപോലെ തന്നെ കേരളത്തിന് പുറമെ ഔദ്യോഗിക പക്ഷി വേഴാമ്പലായ സംസ്ഥാനം കൂടിയാണ് അരുണാചൽ പ്രദേശ്. കേരളത്തിന് പുറമെ ഔദ്യോഗിക പക്ഷി വേഴാമ്പലായ സംസ്ഥാനം അരുണാചൽ പ്രദേശാണ്. കേരളവുമായി ബന്ധപ്പെട്ട് ചോദിക്കുകയാണെങ്കിൽ, കേരള ഭിന്നശേഷി സൗഹൃദമാക്കുന്നതിന് ആവിഷ്കരിച്ച പദ്ധതി, അതൊരു ഇമ്പോർട്ടന്റ് ക്വസ്റ്റ്യൻ ആണ്. കേരളം ഭിന്നശേഷി സൗഹൃദമാക്കുന്നതിനായി ആവിഷ്കരിച്ച പദ്ധതിയുടെ പേര് അനുയാത്ര എന്നാണ്. അനുയാത്ര. അതുപോലെ സമ്പൂർണ്ണ ഇന്റർനെറ്റ് പദ്ധതിക്കായി കേരളം ആവിഷ്കരിച്ച പദ്ധതി K-Phone ആണ്. സമ്പൂർണ്ണ ഇന്റർനെറ്റ് പദ്ധതിക്കായി കേരളം ആവിഷ്കരിച്ച പദ്ധതിയാണ് K-Phone. ശുചിത്വ മിഷന്റെ ലോഗോയിൽ കാണുന്ന പക്ഷി, അതൊരു പ്രാവശ്യം പരീക്ഷയ്ക്ക് വന്ന ചോദ്യമാണ് കേട്ടോ. ശുചിത്വ മിഷന്റെ ലോഗോയിൽ കാണുന്ന പക്ഷി ആർക്കെങ്കിലും അറിയോ? കാക്ക. ഓക്കെ. കേരളത്തിന്റെ സാംസ്കാരിക ഗാനം ഏതാണെന്നറിയോ? കേരളത്തിന്റെ സാംസ്കാരിക ഗാനം ജയ ജയ കോമള കേരള. ഓക്കെ. ബോധേശ്വരൻ രചിച്ചു. ഓക്കെ. ഇന്ത്യയുടെ പരമോന്നത കായിക പുരസ്കാരം. ഇന്ത്യയുടെ പരമോന്നത കായിക പുരസ്കാരത്തിന്റെ പേര് മേജർ ധ്യാൻചന്ദ് ഖേൽരത്ന എന്നാണ്. ഈ പുരസ്കാരം ആദ്യം മേജർ ധ്യാൻചന്ദ് ഖേൽരത്ന പുരസ്കാരത്തിന് മുൻപുള്ള പേര് രാജീവ് ഗാന്ധി ഖേൽരത്ന എന്നായിരുന്നു. അതിന്റെ പേരിപ്പോ 2021 മാറ്റിയതാണ്. മേജർ ധ്യാൻചന്ദ് ഖേൽരത്ന എന്നാണ്. അതാണ് ഇന്ത്യയിലെ പരമോന്നത കായിക ബഹുമതി. 25 ലക്ഷം രൂപയാണ് അതിന്റെ അവാർഡ് തുക. ശരത് കമൽ അജന്ത ടേബിൾ ടെന്നീസ് കളിക്കാരനായ അദ്ദേഹം അടക്കം 5 പേർക്കാണ് മേജർ ധ്യാൻചന്ദ് ഖേൽരത്ന അവാർഡ് കൊടുത്തത്. ഈ 2021 ലഭിച്ചത് PR ശ്രീജേഷ് അടക്കം 12 പേർക്കാണ് 2021 കൊടുത്തത്. നമ്മുടെ ഭാഷാ പ്രതിജ്ഞ ആര് രചിച്ചതാണെന്ന് അറിയോ? കേരളത്തിന്റെ ഭാഷാ പ്രതിജ്ഞ എന്റെ ഭാഷ എന്റെ വീടാണ് എന്റെ MT വാസുദേവൻ നായരാണ്. കേരളവുമായി ബന്ധപ്പെട്ട മറ്റൊരു ചോദ്യം, ഏഷ്യയിലെ ഏറ്റവും വലിയ സ്ത്രീ സംഘടിത പദ്ധതിയാണ് കുടുംബശ്രീയാണ്. കേരള വനം വകുപ്പിന്റെ പരസ്യത്തിൽ കാണപ്പെടുന്ന ജീവി അപ്പൊ എന്നിൽ ഔഷധ ഗുണമില്ല എന്നാണ് ആ ഒരു
പരസ്യവാചകം. ആ ജീവിയാണ് കരിങ്കുരങ്ങ്. നവകേരള മിഷന്റെ ഭാഗമായി ആരോഗ്യ മേഖലയിൽ നടപ്പിലാക്കി വരുന്ന പദ്ധതി. നവകേരള മിഷന്റെ ഭാഗമായി ആരോഗ്യ മേഖലയിൽ നടപ്പിലാക്കി വരുന്ന പദ്ധതിയാണ്. ഒരു ഇമ്പോർട്ടന്റ് ക്വസ്റ്റ്യൻ ആണ്, പല പ്രാവശ്യം വന്ന ചോദ്യമാണ്. നവകേരള മിഷന്റെ ഭാഗമായി ആരോഗ്യ മേഖലയിൽ നടപ്പിലാക്കി വരുന്ന പദ്ധതിയാണ് ആർദ്രം. ഭൂരഹിതർക്കും ഭവനരഹിതർക്കും സുരക്ഷിത പാർപ്പിടവും ജീവനോപാധിയും നൽകുന്ന പദ്ധതിയാണ് ലൈഫ്. അതും ഇമ്പോർട്ടന്റ് ക്വസ്റ്റ്യൻ ആണ് കേട്ടോ. വള്ളത്തോൾ നാരായണ മേനോന്റെ ജന്മദിനമായ ഒക്ടോബർ 16 എന്ത് ദിനമായിട്ടാണ് ആചരിക്കുന്നത്? അപ്പൊ ദിനാചരണങ്ങളും ഒരു ഇമ്പോർട്ടന്റ് ക്വസ്റ്റ്യൻ ആണ്. ഓരോ ദിനാചരണം കഴിഞ്ഞ വർഷം മണ്ണ് ദിനം ഏതാണെന്നാണ് ചോദിച്ചിരുന്നത്. അഹിംസാ ദിനം. വള്ളത്തോൾ നാരായണ മേനോന്റെ ജന്മദിനമായ ഒക്ടോബർ 16 ഏതു ദിനമാണ്? അഹിംസാ ദിനം എന്താ? മഹാത്മാഗാന്ധിയുടെ ജന്മദിനമല്ല അഹിംസാ ദിനം, ഒക്ടോബർ 2. ഒക്ടോബർ 11 വള്ളത്തോൾ നാരായണ മേനോന്റെ ജന്മദിനമായ ഒക്ടോബർ 16 ഏതു ദിനം? ദേശീയ കഥകളി ദിനാണ് കേട്ടോ. ദേശീയ കഥകളി ദിനം. ഇപ്പൊ ഈ 4 മിഷനുകളെ കുറിച്ചൊന്ന് പറഞ്ഞുതരാം. സംസ്ഥാനത്തിന്റെ സമഗ്രമായ വികസനം ലക്ഷ്യമിട്ടുകൊണ്ട് 4 വികസന മിഷനുകൾ ഉൾപ്പെടുന്നതാണ് നവകേരള മിഷൻ പദ്ധതി. അതിൽ ശുചിത്വ മാലിന്യ സംസ്കരണം, കൃഷി വികസനം, ജലവിഭവ സംരക്ഷണം എന്നിവ ഉൾപ്പെടുന്നതാണ് ഹരിത കേരള മിഷൻ. ഹരിത കേരള മിഷൻ എന്താണെന്ന് ചോദിച്ചാൽ എന്താണ്? ശുചിത്വ മാലിന്യ സംസ്കരണം, കൃഷി വികസനം, ജലവിഭവ സംരക്ഷണം എന്നിവ ഉൾപ്പെടുന്നതാണ് ഹരിത കേരള മിഷൻ. ഈ മിഷനുകളെല്ലാം ഉൾപ്പെടുന്നത് നവകേരള മിഷൻ പദ്ധതിയിലാണ്. നവകേരള മിഷൻ പദ്ധതിയിലാണ് 4 മിഷനുകൾ ഉള്ളത്. ഒന്നാമത്താണ് ഹരിത കേരള മിഷൻ. അത് ആണ് ശുചിത്വ മാലിന്യ സംസ്കരണം, കൃഷി വികസനം, ജലവിഭവ സംരക്ഷണം എന്ന ഉൾപ്പെടുന്നത്. അടുത്ത അതാണ് ഹരിത കേരള മിഷൻ. അടുത്തത് ആർദ്രം മിഷൻ. ആർദ്രം മിഷൻ എന്ന് പറയുമ്പോൾ പൊതു ആരോഗ്യ മേഖലയിൽ രോഗി സൗഹൃദവും ഗുണമേന്മയുള്ള ആരോഗ്യ സേവനങ്ങൾ ഉറപ്പാക്കുന്നതാണ് ആർദ്രം മിഷൻ. രണ്ടാമത്തെ മിഷന് ആർദ്രം മിഷൻ. ആർദ്രം മിഷൻ എന്താണ് ഉൾപ്പെടുന്നത്? പൊതു ആരോഗ്യ മേഖലയിൽ രോഗി സൗഹൃദവും ഗുണമേന്മയുള്ളതുമായ ആരോഗ്യ സേവനങ്ങൾ ഉറപ്പാക്കുന്നു. അടുത്തതാണ് ലൈഫ് മിഷൻ. ഭൂരഹിതർക്കും ഭവനരഹിതർക്കും സുരക്ഷിത പാർപ്പിടവും ജീവനോപാധിയും ഉറപ്പാക്കുന്നതാണ് ലൈഫ് മിഷൻ. അടുത്തത് വിദ്യാഭ്യാസ മേഖലയെ ശാക്തീകരിക്കുന്നതിനും ഉള്ള പൊതുവിദ്യാഭ്യാസ സംരക്ഷണ മിഷൻ. പൊതുവിദ്യാഭ്യാസ മേഖലയെ ശാക്തീകരിക്കുന്നതിനുള്ള പൊതുവിദ്യാഭ്യാസ സംരക്ഷണ മിഷൻ. അങ്ങനെ 4 മിഷനുകൾ ചേർന്നാണ് നവകേരള മിഷൻ പദ്ധതി. ഈ നവകേരള മിഷൻ പദ്ധതിയിലെ 4 പദ്ധതികളും വളരെ ഇമ്പോർട്ടന്റ് ആണ്. അടുത്ത ഹരിത കേരളം പദ്ധതി, രണ്ടാമത്തത് ആർദ്രം, മൂന്നാമത്തത് ലൈഫ്, നാലാമത്താണ് പൊതുവിദ്യാഭ്യാസ സംരക്ഷണ മിഷൻ. പിന്നെ രൂപയുടെ മുകളിലുള്ള ഓരോ ചരിത്ര സ്മാരകങ്ങളെ കുറിച്ച് അത് ഒരു ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻ ആണ്. 500 രൂപ നോട്ടിന്റെ പുറത്ത് കാണുന്നത് ചെങ്കോട്ടയാണ്. 2000 രൂപയുടെ പുറത്ത് മംഗൾയാനാണ്. 200 രൂപയുടെ മധ്യപ്രദേശിലെ സാഞ്ചി സ്തൂപം, 100 രൂപയിലേക്ക് ഗുജറാത്തിലെ റാണി കി വാവ്, 50 രൂപ ഹംപിയിലെ ചരിത്ര സ്മാരകം, 20 രൂപ എല്ലോറ ഗുഹകൾ, 10 രൂപ കോണാർക്കിലെ സൂര്യക്ഷേത്രം,
5 രൂപയുടെ ഒരു കർഷകന്റെയും ട്രാക്ടറിന്റെയും ചിത്രം. ഇതൊക്കെ എല്ലാവർക്കും അറിയുന്നതായതുകൊണ്ടാണ് ടീച്ചർ വേഗമൊക്കെ പറഞ്ഞു പോകുന്നത്. പിന്നെ രൂപയ്ക്ക് പുതിയ ചിഹ്നം നൽകിയത് അവതരിപ്പിച്ച് 2010 ജൂലൈ 15 തമിഴ്നാട്ടുകാരനായ ഡി ഉദയകുമാറാണ് രൂപയുടെ ചിഹ്നം രൂപകൽപ്പന ചെയ്തത്. ഈ ചിഹ്നം ഉപയോഗിച്ചുള്ള ആദ്യ നാണയം 2011 ജൂലൈ 8 പുറത്തിറങ്ങിയത്. ചിലപ്പോ നമുക്ക് കറണ്ട് അഫയേഴ്സ് ആയിട്ട് വിദ്യാലയ മികവുകൾ പങ്കുവെക്കുന്നതിനായി വിദ്യാഭ്യാസ വകുപ്പ് നടപ്പിലാക്കി വരുന്ന ടെലിവിഷൻ റിയാലിറ്റി ഷോയുടെ പേരെന്താന്ന് ചോദിക്കും. ഇന്നലെ ആയിട്ടായിരുന്നു എന്റെ ഗ്രാൻഡ് ഫിനാലെ. എന്റെ പേരാണ് ഹരിത വിദ്യാലയം. കൈറ്റ് വിക്ടേഴ്സ് ആണ് അത് സംപ്രേഷണം ചെയ്തിരുന്നത്. ഇനി പക്ഷെ ഇത് മതിയാവും. ഇനി അവര് ചോദ്യം ഉണ്ടാക്കുന്ന അങ്ങനല്ല പറഞ്ഞിട്ട്. അതെ ടീച്ചറെ, ഇപ്പൊ മിക്കവാറും എല്ലാ മേഖലകളും പരിചയപ്പെടുത്തിയില്ലേ ചോദിക്കാൻ സാധ്യതയുള്ള. സ്പ്ലാഷ്, സ്പ്ലാഷ് എന്നാണ്. SPLASH, സ്പ്ലാഷ്. അതുപോലെ തന്നെ സാഹിത്യവുമായി ബന്ധപ്പെട്ട അവാർഡുകൾ എല്ലാ തവണയും വയലാർ അവാർഡോ അല്ലെങ്കിൽ എഴുത്തച്ഛൻ പുരസ്കാരോ വള്ളത്തോൾ പുരസ്കാരോ അങ്ങനെ ഏതെങ്കിലും പുരസ്കാരത്തെ കുറിച്ചാണ് ചോദിക്കാറുള്ളത്. കഴിഞ്ഞ തവണ മാത്രമാണ് ഓടക്കുഴൽ പുരസ്കാരത്തെ കുറിച്ച് ചോദിച്ചത്. കഴിഞ്ഞ തവണത്തെ LSS പരീക്ഷയ്ക്ക് ആ വർഷം ഓടക്കുഴൽ പുരസ്കാരം ലഭിച്ച ആർക്കാണെന്നാണ് ചോദിച്ചത്. അത് ഇത്തവണ അത് തന്നെ അയക്കണമെന്നില്ല എങ്കിലും നമ്മൾ ഈ വയലാർ അവാർഡ്, എഴുത്തച്ഛൻ പുരസ്കാരം, വള്ളത്തോൾ പുരസ്കാരം അങ്ങനെയുള്ള പുരസ്കാരങ്ങളെ കുറിച്ച് ഒരു ഏകദേശ രൂപം നമുക്ക് ഉണ്ടായിരിക്കണം. അപ്പൊ വയലാർ അവാർഡ് ഇതിനെ കുറിച്ച് കുറച്ച് കാര്യങ്ങൾ ടീച്ചർ പറഞ്ഞുതരാം. മലയാള സാഹിത്യ സംഭാവനകൾക്ക് നൽകുന്ന പുരസ്കാരമാണ് വയലാർ പുരസ്കാരം. മലയാളത്തിലെ പ്രശസ്ത കവി വയലാർ രാമവർമ്മയുടെ ഓർമ്മക്കായിട്ടാണ് ഈ പുരസ്കാരം രൂപവൽക്കരിച്ചത്. അപ്പോൾ വയലാർ പുരസ്കാരം എന്താ എന്നുള്ളത് അറിയാൻ വേണ്ടിയിട്ടാണ് ടീച്ചർ ഇത്രയും കാര്യങ്ങൾ പറയുന്നത്. ശ്രദ്ധിക്കട്ടോ. 1977 നൽകി തുടങ്ങിയത്. എല്ലാ വർഷവും ഒക്ടോബർ 27 അവാർഡ് നൽകുന്നത്. സമ്മാനത്തുക 1 ലക്ഷം രൂപയും വെങ്കല ശില്പവുമാണ്. ആദ്യ വയലാർ അവാർഡ് ലഭിച്ചത് ലളിതാംബിക അന്തർജനത്തിനാണ്. ഇവരുടെ അഗ്നിസാക്ഷി എന്ന നോവലിന് 1977. അപ്പോൾ ആദ്യ വയലാർ അവാർഡ് ലഭിച്ചത് ലളിതാംബിക അന്തർജനത്തിനാണ്. അവരുടെ അഗ്നിസാക്ഷി എന്ന നോവലിന് 1977. 2018, 19, 20 ഒന്നും നമുക്ക് പഠിക്കേണ്ടതില്ല, നമുക്ക് മനസ്സിലാക്കേണ്ടതുമില്ല. കാരണം ഈ ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ടുള്ളതാണ് ചോദിക്കാറുള്ളത്. അപ്പോൾ അത് പറയേണ്ടതുണ്ടോ? 2018, 19, 20 ഒക്കെ പറയണമെങ്കിൽ പറയാം, മനസ്സിലാക്കി വെച്ചോളൂ. 2018 KV മോഹൻകുമാറിനാണ് ഉഷ്ണരാശി എന്ന കൃതിക്ക്. 2019 VJ ജെയിംസിന് നിരീശ്വരൻ എന്ന കൃതിക്ക്. 2020 ഏഴാച്ചേരി രാമചന്ദ്രൻ ഒരു വെർജീനിയൻ വേൽക്കാലം എന്ന കൃതിക്ക്. 2021 ബെന്യാമിൻ മാന്തളിരിലെ 20 കമ്മ്യൂണിസ്റ്റ് വർഷങ്ങൾ എന്ന കൃതി. ഇതാണ് 2022 നിങ്ങൾ ഓർക്കേണ്ടത്. അത് S ഹരീഷിന് മീശ എന്ന പുസ്തകത്തിൽ. പിന്നെ ചിലപ്പോൾ ചോദിക്കാം 46ാം വയലാർ പുരസ്കാരം ലഭിച്ചത് ആർക്ക് എന്ന് ചോദിക്കുമ്പോൾ നമുക്ക് പെട്ടെന്നൊരു കൺഫ്യൂഷൻ. ഈ 46 എന്ന് പറയുമ്പോൾ നമുക്ക് ഒരു കൺഫ്യൂഷൻ തോന്നും. വർഷം തരാതെ 46ാമത് 45ാമത് എന്നൊക്കെ ചോദിക്കുമ്പോൾ നമുക്ക് പെട്ടെന്നൊരു കൺഫ്യൂഷൻ വരും. 46ാമത് വയലാർ അവാർഡാണ് S ഹരീഷിന് ലഭിച്ചത് 2022. 2022 വയലാർ പുരസ്കാരം എത്രാമത്തെയാണ്? 46ാമത്തെയാണ്. അത് S ഹരീഷിന് മീശ എന്ന കൃതിക്കാണ് ലഭിച്ചത്. അത് നിങ്ങൾ ഓർത്തു വെക്കുക കേട്ടോ. മീശ എന്ന വയലാർ അവാർഡ് ലഭിച്ചത് മീശ എന്ന കൃതിക്കാണ്. അതിന്റെ കർത്താവ് S ഹരീഷാണ്. 2022 അത് 46ാമത് വയലാർ അവാർഡാണ്. ഓക്കെ. അടുത്ത എഴുത്തച്ഛൻ പുരസ്കാരം. അപ്പം എഴുത്തച്ഛൻ പുരസ്കാരത്തെ കുറിച്ച് പറയുകയാണെങ്കിൽ
ഒരു സാഹിത്യകാരന്റെയോ സാഹിത്യകാരിയുടെയോ സമഗ്ര സംഭാവന വിലയിരുത്തി ബഹുമതി അർപ്പിക്കാനായി കേരള സർക്കാർ ഏർപ്പെടുത്തിയ പരമോന്നത സാഹിത്യ പുരസ്കാരമാണ് എഴുത്തച്ഛൻ പുരസ്കാരം. അപ്പൊ ഇന്ന കൃതിക്കല്ല കൊടുക്കുന്നത്, പിന്നെന്താ ആ സാഹിത്യകാരൻ മലയാള ഭാഷയ്ക്ക് വേണ്ടി ചെയ്ത സമഗ്ര സംഭാവനക്കാണ് എഴുത്തച്ഛൻ പുരസ്കാരം കൊടുക്കുന്നത്. അപ്പൊ നമുക്ക് കൃതി പറയാൻ കഴിയില്ല. എഴുത്തച്ഛൻ ഇപ്പൊ നമ്മളിപ്പോ വയലാർ അവാർഡ് എസ് ഹരീഷിന്റെ കൃതിയുടെ പേര് പറഞ്ഞു, മീശ അല്ലെ. പക്ഷെ എഴുത്തച്ഛൻ പുരസ്കാരം പറയുമ്പോൾ കൃതിയുടെ പേര് പറയാൻ കഴിയില്ല. ആ കൊടുക്കുന്ന അത് ലഭിച്ച ആൾ മലയാള ഭാഷക്ക് ചെയ്ത സമഗ്ര സംഭാവനയുടെ പേരിലാണ് അയാൾക്ക് എഴുത്തച്ഛൻ പുരസ്കാരം സമ്മാനിക്കുന്നത്. 2018 എം മുകുന്ദനാണ് ലഭിച്ചത്. വയലാർ പുരസ്കാരത്തിന്റെ 5 ലക്ഷം രൂപയും പ്രശസ്തി പത്രവും ശില്പവുമാണ് അവാർഡ്. വയലാർ അവാർഡ് എഴുത്തച്ഛൻ പുരസ്കാരം 5 ലക്ഷം രൂപയും പ്രശസ്തി പത്രവും ശില്പവുമാണ് എഴുത്തച്ഛൻ പുരസ്കാരം. അപ്പൊ മലയാള ഭാഷയിലെ ഏറ്റവും പരമോന്നത ബഹുമതിയാണ് എഴുത്തച്ഛൻ. ഏറ്റവും വലിയ അവാർഡാണ് എഴുത്തച്ഛൻ പുരസ്കാരം. 5 ലക്ഷം രൂപയും പ്രശസ്തി പത്രവും ശില്പവും അടങ്ങിയതാണ് എഴുത്തച്ഛൻ പുരസ്കാരം. ആദ്യം നൽകിയത് ശൂരനാട് കുഞ്ഞൻപിള്ളക്ക് തന്നെ 1993 കേട്ടോ. അപ്പോ 2018 എം മുകുന്ദനാണ് ലഭിച്ചത്. 2019 പി സച്ചിദാനന്ദൻ, ആനന്ദ് എന്ന പേരിൽ അറിയപ്പെടുന്ന പി സച്ചിദാനന്ദനാണ് ലഭിച്ചത്. 2020 പോൾ സക്കറിയക്ക്, 2021 പി വത്സല, 2022 സേതു. ഇപ്പൊ 2022 നിങ്ങൾ ഓർത്തു വെക്കേണ്ടത്. 2022 ലഭിച്ചത് സേതുവിനാണ്. ഓക്കെ, ഇപ്പൊ 2022 എഴുത്തച്ഛൻ പുരസ്കാരം ലഭിച്ചത് സേതുവിനാണ്. വള്ളത്തോൾ പുരസ്കാരം എന്താണ്? വള്ളത്തോൾ പുരസ്കാരം നോക്കൂ. വള്ളത്തോൾ സാഹിത്യ സമിതി അന്തരിച്ച പ്രശസ്ത മലയാള കവിയായ വള്ളത്തോളിന്റെ പേരിൽ ഏർപ്പെടുത്തിയ പുരസ്കാരമാണ് വള്ളത്തോൾ പുരസ്കാരം. 1,11,111 രൂപയും പ്രശസ്തി പത്രവും ഉൾപ്പെട്ടതാണ് ഈ പുരസ്കാരം. ആദ്യ വള്ളത്തോൾ പുരസ്കാരം 1991 പാലാ നാരായണനാർക്കാണ് ലഭിച്ചത്. അവസാനം ലഭിച്ച 2019 പോൾ സക്കറിയക്ക്. 2019 ശേഷം വയലാർ അവാർഡ് ആർക്കും കൊടുത്തിട്ടില്ല. അടുത്തതാണ് ഓടക്കുഴൽ പുരസ്കാരം. അപ്പൊ ഓടക്കുഴൽ പുരസ്കാരം നമ്മൾ അത്ര ഇമ്പോർട്ടന്റ് അല്ല എന്ന് വിചാരിച്ച് ഒഴിച്ചു വിടുന്നതാണ്. പക്ഷെ അതാണ് കഴിഞ്ഞ വർഷം പരീക്ഷയ്ക്ക് വന്നത്. അപ്പൊ മലയാള കവിയായ ജി ശങ്കരക്കുറുപ്പിന്റെ ഏർപ്പെടുത്തിയ അവാർഡാണ് ഓടക്കുഴൽ. അപ്പൊ ഓടക്കുഴൽ പുരസ്കാരം ഏർപ്പെടുത്തിയത് ആര് എന്ന് ചോദിച്ചാൽ നമുക്ക് ഉത്തരം പറയേണ്ടതുണ്ട്. ആരാണ്? ജി ശങ്കരക്കുറുപ്പ്. ജി ശങ്കരക്കുറുപ്പിനാണ് ആദ്യ ജ്ഞാനപീഠം അവാർഡ് ലഭിച്ചത്. മലയാളത്തിലെ ഏറ്റവും ആദ്യം ജ്ഞാനപീഠ അവാർഡ് മലയാള ഭാഷക്കാണ് ലഭിച്ചത്. അത് ജി ശങ്കരക്കുറുപ്പിനാണ്. അപ്പൊ ജി ശങ്കരക്കുറുപ്പിന്റെ ഓടക്കുഴൽ എന്ന കവിതാ സമാഹാരത്തിനാണ് ആദ്യ ജ്ഞാനപീഠ അവാർഡ് ലഭിച്ചത്. അതുമായി ബന്ധപ്പെട്ടിട്ടാണ് ഈ ഓടക്കുഴൽ പുരസ്കാരം അദ്ദേഹം ഏർപ്പെടുത്തിയത്. ശ്രദ്ധിക്കൂ, മലയാള കവി ജി ശങ്കരക്കുറുപ്പ് ഏർപ്പെടുത്തിയ അവാർഡാണ് ഓടക്കുഴൽ പുരസ്കാരം. 1968 ജി ശങ്കരക്കുറുപ്പ് അദ്ദേഹത്തിന് ലഭിച്ച ജ്ഞാനപീഠ പുരസ്കാര തുകയുടെ ഒരു ഭാഗം ഉപയോഗിച്ച് രൂപവൽക്കരിച്ച ഗുരുവായൂരപ്പൻ ട്രസ്റ്റ് ആണ് മലയാളത്തിലെ ഏറ്റവും നല്ല കൃതിയായ അവാർഡ് നിർണയ കമ്മിറ്റി തിരഞ്ഞെടുക്കുന്ന ഗ്രന്ഥത്തിന്റെ കർത്താവിന് ഓടക്കുഴൽ പുരസ്കാരം നൽകുന്നത്. 1978 ശേഷം ജിയുടെ ചരമദിനമായ ഫെബ്രുവരി 2 ഈ പുരസ്കാരം സമ്മാനിക്കുന്നത്. 30,000 രൂപയും പ്രശസ്തി പത്രവും ഫലകവും അടങ്ങുന്നതാണ് പുരസ്കാരം. 30,000 രൂപയാണ് ഓടക്കുഴൽ പുരസ്കാരത്തിന്റെ തുക. 2021 സാറാ ജോസഫ്, അതാണ് കഴിഞ്ഞ വർഷം പരീക്ഷയ്ക്ക് വന്നത്. 2021 ഓടക്കുഴൽ പുരസ്കാരം ലഭിച്ചത് സാറാ ജോസഫ്. അവരുടെ ബുദ്ധിനി എന്ന കൃതിക്കാണ് 2021 ലഭിച്ചത്. 2022 നിങ്ങൾ ഓർത്തു വെക്കേണ്ടത് അംബികാസുധൻ മാങ്ങാട് പ്രാണവായു എന്ന കൃതിക്ക്. അംബികാസുധൻ മാങ്ങാടിന്റെ പ്രാണവായു എന്ന കൃതിക്കാണ് 2022 ഓടക്കുഴൽ പുരസ്കാരം ലഭിച്ചത്. ഈ അവാർഡുകളെ കുറിച്ചുള്ള കാര്യങ്ങൾ നിങ്ങൾക്ക് മനസ്സിലായി എന്ന് വിചാരിക്കാണ്. ഇനി ഗവൺമെന്റിന്റെ പദ്ധതികൾ കുറച്ച് കാര്യങ്ങൾ ചോദിച്ചോ നോക്കാം. പിന്നെ വീടുകളിൽ LED ലൈറ്റ് നൽകുന്നതിനുള്ള പദ്ധതി. നമ്മുടെ സ്ട്രീറ്റ് ലൈറ്റുകൾ LED ആക്കുന്ന പദ്ധതിയാണ് നിലാവ്. വീടുകളിൽ LED
ലൈറ്റ് നൽകുന്നതിനുള്ള KSEB കൊടുക്കുന്നതാണ് LED ബൾബ്. അതിന്റെ ആ പദ്ധതിയുടെ പേര് ഫിലമെന്റ് രഹിത കേരളം എന്നാണ്. എന്തിനു വേണ്ടിയിട്ടാണ് LED ലൈറ്റ് കൊടുക്കുന്നത്? കുറച്ച് വൈദ്യുതിക്ക് കൂടുതൽ വെളിച്ചം, അതാണ് LED ലൈറ്റ്. അപ്പോൾ വീടുകളിൽ LED ലൈറ്റ് നൽകുന്ന KSEBയുടെ പദ്ധതിയാണ് ഫിലമെന്റ് രഹിത കേരളം. വിദ്യാലയങ്ങൾ ചുരുങ്ങിയ സ്ഥലത്ത് ചെറുവനങ്ങൾ വളർത്തിയെടുക്കുന്ന വനം വകുപ്പിന്റെ പദ്ധതിയാണ് വിദ്യാവനം. വിദ്യാലയങ്ങളിൽ നമ്മള് ജൈവ വൈവിധ്യ ഉദ്യാനമൊക്കെ ഉണ്ട് അല്ലെ, അതിന് പുറമെയാണ് ചെറുവനങ്ങൾ വെച്ച് പിടിപ്പിക്കുന്ന വനം വകുപ്പിന്റെ പദ്ധതിയാണ് വിദ്യാവനം. ഒരുപാട് സ്ഥലങ്ങളൊക്കെ ഉള്ള സ്കൂളുകൾ നടപ്പിലാക്കുന്ന പദ്ധതിയാണ് അല്ലെ. ഇപ്പൊ ഒട്ടും സ്ഥലം ഇല്ലെങ്കിൽ നമുക്ക് വനങ്ങൾ വെച്ച് പിടിപ്പിക്കാൻ കഴിയും ഇല്ല. അപ്പൊ വിദ്യാലയങ്ങൾ ചുരുങ്ങിയ സ്ഥലത്ത് ചെറുവനങ്ങൾ വളർത്തിയെടുക്കുന്ന വനം വകുപ്പിന്റെ പദ്ധതിയാണ് വിദ്യാവനം. സംസ്ഥാനത്തെ തെരുവിളക്കുകൾ LED ആക്കുന്നതിന്റെ KSEBയുടെ പദ്ധതിയാണ് നിലാവ്. അത് ഒരു തവണ പരീക്ഷയ്ക്ക് വന്നതാണ് കേട്ടോ. സംസ്ഥാനത്തെ തെരുവിളക്കുകൾ LED ആക്കുന്നതിനുള്ള KSEBയുടെ പദ്ധതിയാണ് നിലാവ്. ഒന്ന് മുതൽ 10 വരെ ക്ലാസ്സുകൾ പഠിക്കുന്ന കുട്ടികൾക്ക് പരിസ്ഥിതി സംരക്ഷണത്തെ കുറിച്ച് ബോധവൽക്കരണം നടത്തുന്നതിന് ഒരു വൃക്ഷത്തൈ വീതം നൽകുന്ന സർക്കാരിന്റെ പദ്ധതിയാണ് എന്റെ മരം. പിന്നെ നമ്മുടെ ബഹിരാകാശ മേഖല, ഇന്ത്യ ബഹിരാകാശ മേഖല. അപ്പോൾ ഏറ്റവും പുതുതായി ബഹിരാകാശ മേഖലയിൽ ഇന്ത്യ കൈവരിച്ച നേട്ടങ്ങൾ, അങ്ങനത്തെ കാര്യങ്ങളാണ് നോക്കുന്നത്. ഇന്ത്യയുടെ സൗര പര്യവേഷണ ദൗത്യം, അതൊരു ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻ ആണ്. ഇന്ത്യയുടെ സൗര പര്യവേഷണം എന്ന് പറയുമ്പോൾ എന്താണ്? സൂര്യനുമായി ബന്ധപ്പെട്ടതാണ് അല്ലെ. സൂര്യനെ കുറിച്ച് അടുത്ത കുറച്ച് ദിവസങ്ങൾക്ക് മുന്നേ പത്രത്തിലൊരു ചോദ്യം വന്നിരുന്നു, പത്രത്തിലൊരു വാർത്ത വന്നിരുന്നു. സൂര്യന്റെ ഒരു ഭാഗം അടർന്നു പോയിരുന്നു അല്ലെ. നിങ്ങൾ ആരെങ്കിലും കണ്ടിരുന്നോ ആ ഒരു വാർത്ത? അപ്പോ അതുപോലെ സൂര്യനുമായി ബന്ധപ്പെട്ട പഠനങ്ങൾ നടത്താൻ വേണ്ടി ഇന്ത്യയുടെ സൗര പര്യവേഷണ ദൗത്യത്തിന്റെ പേരാണ് ആദിത്യ L1. ആദിത്യ എന്നാണ് അതിന്റെ പേര്. 2022 സെപ്റ്റംബറിലാണ് വിക്ഷേപിക്കാന്ന് വിചാരിച്ചിരുന്നത്. കോവിഡ് കാരണം അത് വിക്ഷേപിച്ചിട്ടില്ല. അത് അടുത്ത് തന്നെ വിക്ഷേപിക്കുന്നു കരുതുന്നു. സൂര്യനെ അടുത്തറിയാനും വിവരങ്ങൾ ശേഖരിക്കാനുമുള്ള സൗര ദൗത്യമാണ് ആദിത്യ L1. ഇന്ത്യയുടെ ചാന്ദ്ര ദൗത്യം എല്ലാവർക്കും അറിയാം, ചാന്ദ്രയാൻ അല്ലെ. ചാന്ദ്രയാൻ 1ഉം 2ഉം വിക്ഷേപിച്ചു കഴിഞ്ഞു. ഈ 2023 ജൂണിലോ സെപ്റ്റംബറിലോ അങ്ങനെയാണ് ചാന്ദ്രയാൻ 3 വിക്ഷേപിക്കുന്നത്. മൂന്നാമത്തെ ചാന്ദ്ര ദൗത്യമാണ് ചാന്ദ്രയാൻ 3. 2021 വിക്ഷേപിക്കാൻ തീരുമാനിച്ചിരുന്ന ദൗത്യം 2022 മാറ്റി. 2022 വിക്ഷേപിച്ചിട്ടില്ല, 2023 അത് വിക്ഷേപിക്കുന്നത്. ISROയുടെ പുതിയ ചെയർമാൻ, ചിലപ്പോ അതൊരു ഇമ്പോർട്ടന്റ് ക്വസ്റ്റ്യൻ ആണ്. ISROയുടെ പുതിയ ചെയർമാൻ, ഇപ്പോഴത്തെ ചെയർമാൻ ഡോക്ടർ S സോമനാഥാണ്. ISROയുടെ ഇപ്പോഴത്തെ ചെയർമാൻ ഡോക്ടർ S സോമനാഥാണ്. ഈ മനുഷ്യൻ, അത് തവണ പരീക്ഷയ്ക്ക് വന്ന ചോദ്യമാണ് കേട്ടോ. മനുഷ്യനെ ബഹിരാകാശത്തേക്ക് അയക്കുന്ന ISROയുടെ പദ്ധതി, മനുഷ്യനെ ബഹിരാകാശത്തേക്ക് അയക്കുന്ന ISROയുടെ പദ്ധതിയാണ് ഗഗൻയാൻ പദ്ധതി. ഗഗൻയാൻ 2022 ദൗത്യം പൂർത്തിയാക്കാൻ ലക്ഷ്യമിട്ടിരുന്നു. പക്ഷെ 2022 കോവിഡ് കാരണം 2022 അത് ചെയ്യാൻ കഴിഞ്ഞത്. 2023 അത് ചെയ്യാന്നാണ് വിചാരിക്കുന്നത്. ഈ പദ്ധതിയുമായി സഹകരിക്കുന്ന രാജ്യങ്ങൾ റഷ്യയും ഫ്രാൻസുമാണ്. ഗഗൻയാൻ പദ്ധതിയുമായി ഇന്ത്യയുമായി സഹകരിക്കുന്ന രാജ്യങ്ങളാണ് റഷ്യയും ഫ്രാൻസും. ISROയുടെ നേതൃത്വത്തിൽ വിക്ഷേപിച്ച ബ്രസീലിന്റെ ഭൗമ നിരീക്ഷണ ഉപഗ്രഹം ആമസോണിയ 1.
അപ്പൊ ഈ ആമസോണിയ 1 എന്ന് പറയുന്നത് ബ്രസീലിന്റെ ഭൗമ നിരീക്ഷണ ഉപഗ്രഹമാണ്. അത് ഇന്ത്യ ISRO ആണ് അത് വിക്ഷേപിച്ചത്. അതിന്റെ ലക്ഷ്യം ആമസോൺ കാടുകളുടെ വനനശീകരണം കണ്ടുപിടിക്കലാണ്. ഇനി ശുക്രന്റെ ഉപരിതലത്തെയും അന്തരീക്ഷത്തെയും കുറിച്ച് പഠിക്കുന്നതിനായുള്ള ISROയുടെ ദൗത്യമാണ് ശുക്രൻ അറിയില്ലേ? ശുക്രന്റെ ഉപരിതലത്തെയും അന്തരീക്ഷത്തെയും കുറിച്ച് പഠിക്കുന്നതിനായുള്ള ISROയുടെ ദൗത്യമാണ് ശുക്രയാൻ. പിന്നെ അംഗനവാടി കുട്ടികളിലെ കുഷ്ഠരോഗം നിർണയിക്കുന്ന പദ്ധതി. വീടുകളിലൊക്കെ അടുത്ത് ചെറിയ കുട്ടികളൊക്കെ പഠിക്കുന്ന അംഗനവാടികളിൽ ഒരു പരിപാടി ഉണ്ടായിരുന്നു. ബാലമിത്ര എന്നാണ് അതിന്റെ പേര്. കുട്ടികളിലെ കുഷ്ഠരോഗ നിർണയ പരിപാടിയാണ് ബാലമിത്ര. അതുപോലെ മദ്യത്തിനും മയക്കുമരുന്നിനും എതിരെയുള്ള കേരള സർക്കാരിന്റെ ബോധവൽക്കരണ പദ്ധതിയാണ് വിമുക്തി. ഇന്ത്യയുമായി ബന്ധപ്പെട്ട കുറച്ച് കാര്യങ്ങൾ. ഇന്ത്യയിലെ ഔദ്യോഗിക ഭാഷകളുടെ എണ്ണം 22 22 ഔദ്യോഗിക ഭാഷകളാണ് ഇന്ത്യയിലുള്ളത്. അതിൽ ശ്രേഷ്ഠ ഭാഷകൾ 6 ഈ ശ്രേഷ്ഠ ഭാഷ ആദ്യമായി ലഭിച്ചത് തമിഴിനാണ്. തമിഴിനാണിപ്പോ ആകെ 6 ശ്രേഷ്ഠ ഭാഷാ പദവി ലഭിച്ച 6 ഭാഷകളുണ്ട് ഇന്ത്യയിൽ. അതിൽ ആദ്യം ശ്രേഷ്ഠ ഭാഷാ പദവി ലഭിച്ചത് തമിഴിനാണ് 2004. പിന്നീട് 2005 സംസ്കൃതത്തിന് ലഭിച്ചു. പിന്നീട് 2008 തെലുങ്ക് ഭാഷക്കാണ് ലഭിച്ചത്. 2008 തന്നെ കന്നഡക്കും ലഭിച്ചു. 2013 മലയാളത്തിന് ലഭിച്ചത്. അവസാനം ലഭിച്ചത് ഒഡീഷയിലെ ഒഡിയ എന്നാണ് ഭാഷയുടെ പേര്. ഒഡീഷ സംസ്ഥാനത്തിന്റെ പേരാണ് കേട്ടോ. ഒഡിയ ഭാഷക്കാണ് 2014 ലഭിച്ചത്. ഓക്കെ, അപ്പോ ശ്രേഷ്ഠ ഭാഷകൾ 6 അതിൽ ആദ്യം ശ്രേഷ്ഠ ഭാഷ പദവി ലഭിച്ച തമിഴിന്, പിന്നീട് സംസ്കൃതം, തെലുങ്ക്, കന്നഡ, മലയാളം, ഒഡിയ എന്നാണ് ഭാഷയുടെ പേര്. ഏറ്റവും കൂടുതൽ പ്രാദേശിക ഭാഷകളുള്ള സംസ്ഥാനമാണ് ഇന്ത്യയിലെ. നമുക്ക് സംസ്ഥാനങ്ങളെ കുറിച്ച് പഠിക്കുമ്പോൾ നിങ്ങൾ പഠിച്ചിട്ടുണ്ടാവും. ഏറ്റവും കൂടുതൽ പ്രാദേശിക ഭാഷകളുള്ള സംസ്ഥാനം അരുണാചൽ പ്രദേശാണ്. 15 ഭാഷകളാണ് അവിടെയുള്ള ആളുകൾ സംസാരിക്കുന്നത്. 15 ഭാഷകൾ. ഏറ്റവും കൂടുതൽ ഭാഷകൾ സംസാരിക്കുന്ന കേരളത്തിലെ ജില്ല നിങ്ങൾക്ക് അറിയാമെങ്കിലും ഒന്ന് ചാറ്റ് ബോക്സിൽ എഴുതിയിടൂ. കേരളത്തിൽ ഏറ്റവും കൂടുതൽ ഭാഷ സംസാരിക്കുന്ന ജില്ല സപ്തഭാഷാ സംഗമഭൂമി എന്നാണ് ആ ഒരു ജില്ലക്ക് പറയുന്ന മറ്റൊരു പേര്. ആർക്കെങ്കിലും അറിയോ? കാസർഗോഡാണ് കേട്ടോ. കാസർഗോഡില് 7 ഭാഷ കാസർഗോഡ് സംസാരിക്കുന്നുണ്ട്. അപ്പോൾ സംസ്ഥാനങ്ങളിൽ അരുണാചൽ പ്രദേശാണ് 15 ഭാഷകൾ സംസാരിക്കുന്ന, ഏറ്റവും കൂടുതൽ ഭാഷകൾ സംസാരിക്കുന്ന സംസ്ഥാനം അരുണാചൽ പ്രദേശാണ്. അരുണാചൽ പ്രദേശിന് ഒരുപാട് പ്രത്യേകതകളുണ്ട്. ഓർക്കിഡുകൾ ഏറ്റവും കൂടുതൽ ഓർക്കിഡുകൾ കാണപ്പെടുന്ന സംസ്ഥാനം കൂടിയാണ് അരുണാചൽ പ്രദേശ്. അതുപോലെ ഇന്ത്യയിൽ സൂര്യൻ രശ്മികൾ ആദ്യം പതിക്കുന്നത് അരുണാചൽ പ്രദേശിലാണ്. ഇനി വിദ്യാഭ്യാസ രംഗത്ത് രാജ്യത്തെ പ്രഥമ സമ്പൂർണ്ണ ഡിജിറ്റൽ സംസ്ഥാനം എന്ന പദവി ലഭിച്ച ഇന്ത്യൻ സംസ്ഥാനം കേരളമാണ് കേട്ടോ. കേരളത്തിലാണ് വിദ്യാഭ്യാസ രംഗത്ത് രാജ്യത്തെ പ്രഥമ സമ്പൂർണ്ണ ഡിജിറ്റൽ സംസ്ഥാനം എന്ന പദവി ലഭിച്ചത് കേരളത്തിനാണ്. അതുപോലെ തന്നെ കേരളത്തിന് പുറമെ ഔദ്യോഗിക പക്ഷി വേഴാമ്പലായ സംസ്ഥാനം കൂടിയാണ് അരുണാചൽ പ്രദേശ്. കേരളത്തിന് പുറമെ ഔദ്യോഗിക പക്ഷി വേഴാമ്പലായ സംസ്ഥാനം അരുണാചൽ പ്രദേശാണ്. കേരളവുമായി ബന്ധപ്പെട്ട് ചോദിക്കുകയാണെങ്കിൽ കേരള ഭിന്നശേഷി സൗഹൃദമാക്കുന്നതിന് ആവിഷ്കരിച്ച പദ്ധതി, അതൊരു ഇമ്പോർട്ടന്റ് ക്വസ്റ്റ്യൻ ആണ്. കേരളം ഭിന്നശേഷി സൗഹൃദമാക്കുന്നതിനായി ആവിഷ്കരിച്ച പദ്ധതിയുടെ പേര് അനുയാത്ര എന്നാണ്. അനുയാത്ര. അതുപോലെ സമ്പൂർണ്ണ ഇന്റർനെറ്റ് പദ്ധതിക്കായി കേരളം ആവിഷ്കരിച്ച പദ്ധതി K-Phone ആണ്.
സമ്പൂർണ്ണ ഇന്റർനെറ്റ് പദ്ധതിക്കായി കേരളം ആവിഷ്കരിച്ച പദ്ധതിയാണ് കെ-ഫോൺ. ശുചിത്വ മിഷന്റെ ലോഗോയിൽ കാണുന്ന പക്ഷി, അതൊരു പ്രാവശ്യം പരീക്ഷയ്ക്ക് വന്ന ചോദ്യമാണ് കേട്ടോ. ശുചിത്വ മിഷന്റെ ലോഗോയിൽ കാണുന്ന പക്ഷി ആർക്കെങ്കിലും അറിയോ? കാക്ക. കാക്ക. ഓക്കെ. ഓക്കെ. കേരളത്തിന്റെ സാംസ്കാരിക ഗാനം ഏതാണെന്നറിയോ? കേരളത്തിന്റെ സാംസ്കാരിക ഗാനം ജയ 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 കോമള കേരളതാങ്ങി. ഓക്കെ. ജയ ജയ കോമള കേരള ബോധേശ്വരൻ രചിച്ചു. ഓക്കെ. ഇന്ത്യയുടെ പരമോന്നത കായിക പുരസ്കാരം. ഇന്ത്യയുടെ പരമോന്നത കായിക പുരസ്കാരത്തിന്റെ പേര് മേജർ ധ്യാൻചന്ദ് ഖേൽരത്ന എന്നാണ്. ഈ പുരസ്കാരം ആദ്യം മേജർ ധ്യാൻചന്ദ് ഖേൽരത്ന പുരസ്കാരത്തിന് മുൻപുള്ള പേര് രാജീവ് ഗാന്ധി ഖേൽരത്ന എന്നായിരുന്നു. അതിന്റെ പേരിപ്പോ 2021 മാറ്റിയതാണ്. മേജർ ധ്യാൻചന്ദ് ഖേൽരത്ന എന്നാണ്. അതാണ് ഇന്ത്യയിലെ പരമോന്നത കായിക ബഹുമതി. 25 ലക്ഷം രൂപയാണ് അതിന്റെ അവാർഡ് തുക. (2022) ശരത് കമൽ അജന്ത ടേബിൾ ടെന്നീസ് കളിക്കാരനായ അദ്ദേഹം അടക്കം 5 പേർക്കാണ് മേജർ ധ്യാൻചന്ദ് ഖേൽരത്ന അവാർഡ് കൊടുത്തത്. ഈ 2021 ലഭിച്ചത് PR ശ്രീജേഷ് അടക്കം 12 പേർക്കാണ് 2021 കൊടുത്തത്. നമ്മുടെ ഭാഷാ പ്രതിജ്ഞ ആര് രചിച്ചതാണെന്ന് അറിയോ? കേരളത്തിന്റെ ഭാഷാ പ്രതിജ്ഞ എന്റെ ഭാഷ എന്റെ വീടാണ് എന്റെ MT വാസുദേവൻ നായരാണ്. കേരളവുമായി ബന്ധപ്പെട്ട മറ്റൊരു ചോദ്യം. ഏഷ്യയിലെ ഏറ്റവും വലിയ സ്ത്രീ സംഘടിത പദ്ധതിയാണ് കുടുംബശ്രീയാണ്. കേരള വനം വകുപ്പിന്റെ പരസ്യത്തിൽ കാണപ്പെടുന്ന ജീവി അപ്പൊ എന്നിൽ ഔഷധ ഗുണമില്ല എന്നാണ് ആ ഒരു പരസ്യവാചകം. ആ ജീവിയാണ് കരിങ്കുരങ്ങ്. നവകേരള മിഷന്റെ ഭാഗമായി ആരോഗ്യ മേഖലയിൽ നടപ്പിലാക്കി വരുന്ന പദ്ധതിയാണ് ഒരു ഇമ്പോർട്ടന്റ് ക്വസ്റ്റ്യൻ ആണ്. പല പ്രാവശ്യം വന്ന ചോദ്യമാണ്. നവകേരള മിഷന്റെ ഭാഗമായി ആരോഗ്യ മേഖലയിൽ നടപ്പിലാക്കി വരുന്ന പദ്ധതിയാണ് ആർദ്രം. ഭൂരഹിതർക്കും ഭവനരഹിതർക്കും സുരക്ഷിത പാർപ്പിടവും ജീവനോപാധിയും നൽകുന്ന പദ്ധതിയാണ് ലൈഫ്. അതും ഇമ്പോർട്ടന്റ് ക്വസ്റ്റ്യൻ ആണ് കേട്ടോ. വള്ളത്തോൾ നാരായണ മേനോന്റെ ജന്മദിനമായ ഒക്ടോബർ 16 എന്ത് ദിനമായിട്ടാണ് ആചരിക്കുന്നത്? അപ്പൊ ദിനാചരണങ്ങളും ഒരു ഇമ്പോർട്ടന്റ് ക്വസ്റ്റ്യൻ ആണ്. ഓരോ ദിനാചരണം കഴിഞ്ഞ വർഷം മണ്ണ് ദിനം ഏതാണെന്നാണ് ചോദിച്ചിരുന്നത്. അഹിംസാ ദിനം. വള്ളത്തോൾ നാരായണ മേനോന്റെ ജന്മദിനമായ ഒക്ടോബർ 16 ഏതു ദിനമാണ്? അഹിംസാ ദിനം എന്താ? മഹാത്മാഗാന്ധിയുടെ ജന്മദിനമല്ല അഹിംസാ ദിനം. ഒക്ടോബർ 2. ഒക്ടോബർ 11 വള്ളത്തോൾ നാരായണ മേനോന്റെ ജന്മദിനമായ ഒക്ടോബർ 16 ഏതു ദിനം? ദേശീയ കഥകളി ദിനാണ് കേട്ടോ. ദേശീയ കഥകളി ദിനം.
ഇപ്പൊ ഈ 4 മിഷനുകളെ കുറിച്ചൊന്ന് പറഞ്ഞുതരാം. സംസ്ഥാനത്തിന്റെ സമഗ്രമായ വികസനം ലക്ഷ്യമിട്ടുകൊണ്ട് 4 വികസന മിഷനുകൾ ഉൾപ്പെടുന്നതാണ് നവകേരള മിഷൻ പദ്ധതി. അതിൽ ശുചിത്വ മാലിന്യ സംസ്കരണം, കൃഷി വികസനം, ജലവിഭവ സംരക്ഷണം എന്നിവ ഉൾപ്പെടുന്നതാണ് ഹരിത കേരള മിഷൻ. ഹരിത കേരള മിഷൻ എന്താണെന്ന് ചോദിച്ചാൽ എന്താണ്? ശുചിത്വ മാലിന്യ സംസ്കരണം, കൃഷി വികസനം, ജലവിഭവ സംരക്ഷണം എന്നിവ ഉൾപ്പെടുന്നതാണ് ഹരിത കേരള മിഷൻ. ഈ മിഷനുകളെല്ലാം ഉൾപ്പെടുന്നത് നവകേരള മിഷൻ പദ്ധതിയിലാണ്. നവകേരള മിഷൻ പദ്ധതിയിലാണ് 4 മിഷനുകൾ ഉള്ളത്. ഒന്നാമത്താണ് ഹരിത കേരള മിഷൻ. അത് ആണ് ശുചിത്വ മാലിന്യ സംസ്കരണം, കൃഷി വികസനം, ജലവിഭവ സംരക്ഷണം എന്ന് ഉൾപ്പെടുന്നത്. അടുത്ത അതാണ് ഹരിത കേരള മിഷൻ. അടുത്തത് ആർദ്ര മിഷൻ. ആർദ്ര മിഷൻ എന്ന് പറയുമ്പോൾ പൊതു ആരോഗ്യ മേഖലയിൽ രോഗി സൗഹൃദവും ഗുണമേന്മയുള്ള ആരോഗ്യ സേവനങ്ങൾ ഉറപ്പാക്കുന്നതാണ് ആർദ്ര മിഷൻ. രണ്ടാമത്തെ മിഷന് ആർദ്ര മിഷൻ. ആർദ്ര മിഷൻ എന്താണ് ഉൾപ്പെടുന്നത്? പൊതു ആരോഗ്യ മേഖലയിൽ രോഗി സൗഹൃദവും ഗുണമേന്മയുള്ളതുമായ ആരോഗ്യ സേവനങ്ങൾ ഉറപ്പാക്കുന്നു. അടുത്തതാണ് ലൈഫ് മിഷൻ. ഭൂരഹിതർക്കും ഭവനരഹിതർക്കും സുരക്ഷിത പാർപ്പിടവും ജീവനോപാധിയും ഉറപ്പാക്കുന്നതാണ് ലൈഫ് മിഷൻ. അടുത്തത് വിദ്യാഭ്യാസ മേഖലയെ ശാക്തീകരിക്കുന്നതിനും ഉള്ള പൊതുവിദ്യാഭ്യാസ സംരക്ഷണ മിഷൻ. പൊതുവിദ്യാഭ്യാസ മേഖലയെ ശാക്തീകരിക്കുന്നതിനുള്ള പൊതുവിദ്യാഭ്യാസ സംരക്ഷണ മിഷൻ. അങ്ങനെ 4 മിഷനുകൾ ചേർന്നാണ് നവകേരള മിഷൻ പദ്ധതി. ഈ നവകേരള മിഷൻ പദ്ധതിയിലെ 4 പദ്ധതികളും വളരെ ഇമ്പോർട്ടന്റ് ആണ്. അടുത്ത ഹരിത കേരളം പദ്ധതി, രണ്ടാമത്തത് ആർദ്ര, മൂന്നാമത്തത് ലൈഫ്, നാലാമത്താണ് പൊതുവിദ്യാഭ്യാസ സംരക്ഷണ മിഷൻ. പിന്നെ രൂപയുടെ മുകളിലുള്ള ഓരോ ചരിത്ര സ്മാരകങ്ങളെ കുറിച്ച് അത് ഒരു ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻ ആണ്. 500 രൂപ നോട്ടിന്റെ പുറത്ത് കാണുന്നത് ചെങ്കോട്ടയാണ്. 2000 രൂപയുടെ പുറത്ത് മംഗൾയാനാണ്. 200 രൂപയുടെ മധ്യപ്രദേശിലെ സാഞ്ചി സ്തൂപം, 100 രൂപയിലേത് ഗുജറാത്തിലെ റാണി കി വാവ്, 50 രൂപ ഹംപിയിലെ ചരിത്ര സ്മാരകം, 20 രൂപ എല്ലോറ ഗുഹകൾ, 10 രൂപ കോണാർക്കിലെ സൂര്യക്ഷേത്രം, 5 രൂപയിലെ കർഷകന്റെയും ട്രാക്ടറിന്റെയും ചിത്രം. ഇതൊക്കെ എല്ലാവർക്കും അറിയുന്നതായതുകൊണ്ടാണ് ടീച്ചർ വേഗം പറഞ്ഞു പോകുന്നത്. പിന്നെ രൂപയ്ക്ക് പുതിയ ചിഹ്നം നൽകിയത് അവതരിപ്പിച്ച് 2010 ജൂലൈ 15 തമിഴ്നാട്ടുകാരനായ ഡി ഉദയകുമാറാണ് രൂപയുടെ ചിഹ്നം രൂപകൽപ്പന ചെയ്തത്. ഈ ചിഹ്നം ഉപയോഗിച്ചുള്ള ആദ്യ നാണയം 2011 ജൂലൈ 8 പുറത്തിറങ്ങിയത്. ചിലപ്പോ നമുക്ക് കറണ്ട് അഫയേഴ്സ് ആയിട്ട് വിദ്യാലയ മികവുകൾ പങ്കുവെക്കുന്നതിനായി വിദ്യാഭ്യാസ വകുപ്പ് നടപ്പിലാക്കി വരുന്ന ടെലിവിഷൻ റിയാലിറ്റി ഷോയുടെ പേരെന്താന്ന് ചോദിക്കും. ഇന്നലെ ആയിട്ടായിരുന്നു എന്റെ ഗ്രാൻഡ് ഫിനാലെ. അതിന്റെ പേരാണ് ഹരിത വിദ്യാലയം. കൈറ്റ് വിക്ടേഴ്സ് ആണ് അത് സംപ്രേഷണം ചെയ്തിരുന്നത്. ഇനി പക്ഷെ ഇത് മതിയാവും. ഇനി അവര് ചോദ്യം ഉണ്ടാക്കുന്ന അങ്ങനല്ല പറഞ്ഞിട്ട്. അതെ ടീച്ചറെ, ഇപ്പൊ മിക്കവാറും എല്ലാ മേഖലകളും പരിചയപ്പെടുത്തിയില്ലേ ചോദിക്കാൻ സാധ്യതയുള്ള. ഓക്കെ, അപ്പൊ അത് മതിയാവും. ബാക്കി ഇനി ആ മേഖലകളെ ഇവരിനി ഈ ഒരു വീഡിയോ വീണ്ടും കണ്ടോട്ടെ. ഇപ്പൊ റെക്കോർഡ് ചെയ്ത് നമ്മൾ കൊടുക്കുന്നുണ്ടല്ലോ. അപ്പൊ അത് കണ്ടതിന് ശേഷം അല്ലെങ്കിൽ നമുക്ക് ആ മേഖലകൾ വേണേ ഒന്ന് ലിസ്റ്റ് ചെയ്തൊന്ന് ഗ്രൂപ്പിലിട്ട് കൊടുക്കാം. കൊടുത്തിട്ട് അവർ ആ മേഖലകളുമായി ബന്ധപ്പെട്ട് കൂടുതൽ ചോദ്യോത്തരങ്ങൾ കണ്ടെത്തി നമുക്ക് തിരിച്ചു നൽകി അത് നമുക്ക് ഷെയർ ചെയ്ത് ആ ഒരു രീതിയിൽ മുന്നോട്ട് പോകാം.